ലിയോ തൽസാണോ നീ? ഹലോ ബ്രോ. അതെ അതെ അതെ. ഹലോ ഹലോ. എന്തോടാ? അയ്യോ സോറി സോറി സോറി. പറഞ്ഞോ പറഞ്ഞോ. ഇതാരാ? എന്താ? ഹലോ ഹലോ. പറഞ്ഞോ പറഞ്ഞോ. പേരെന്താ ബ്രോ? പേരെന്താ? ലിയോ. ലിയോ ബ്രോ. വാസ്കോ ഉണ്ടോ? വാസ്കോ ഉണ്ടോ? വാസ്കോ ഇല്ലടാ ഇല്ലടാ. ഓ അല്ല, വാസ്കോ ഒന്ന് കഴിഞ്ഞ ആഴ്ച മുന്നേ കുറച്ച് കൊണയടിച്ചു, അങ്ങനെ കണ്ടില്ല കുറച്ച് ദിവസം മുന്നേ. അത് ശരി. ഹലോ ഡ്രൈക്കനുണ്ടാ? ഡ്രേക്കണില്ല, വന്നിട്ടില്ല. ബ്രോ ഞാൻ ലിയോ. ഇതാരിത്? മച്ചനെ ഞാനിപ്പോ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. കാര്യം വന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവരാ. എന്നെ പഠിപ്പിച്ച മച്ചാനെ എനിക്കൊന്നും പഠിക്കണ്ട. മച്ചാൻ പഠിപ്പിച്ചു മച്ചാ ഹെലി പുള്ളി പണ്ട് വണ്ടി ഓടിച്ചതിന്റെ ഒക്കെ നമ്മൾ അറിഞ്ഞേനെ, മനസ്സിലായ തൂറിയതൊക്കെ. എന്തുണ്ട് എന്തുണ്ട് സുഖാണല്ലോ? ബ്രോ എന്താണ് ബ്രോയെ പറയാ. ഞാനൊരു കാര്യം പറയട്ടെ, സെർജു എന്തിയെ? ലാലോ നിന്നോടൊരു കാര്യം ഞാൻ പറയാം. ആള് നോക്കി മനസ്സിലായ ലാലോ? ആള് നോക്കി കർമ്മ. എന്താ ബ്രോ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാത്രം നിങ്ങളുടെ വായന ശബ്ദം വരത്തുള്ളൂ ബ്രോ? അല്ല കഴിഞ്ഞ ആഴ്ച എന്തോ കൊണയായിരുന്നു ഇവിടെ വന്നു നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ. ഇപ്പൊ തന്നെ വായിക്കാത്ത പഴം കയറി. ശരി അടിമളൊക്കെ പോയാ നിന്റെ ബാക്കിയുള്ളവരൊക്കെ കാണുന്നില്ലല്ലോ. പറഞ്ഞോ പറഞ്ഞോ. പറയില്ല, അന്നവൻ ഭയങ്കര മാസമായിരുന്നു. ഹലോ ഹലോ പറഞ്ഞോ പറഞ്ഞോ. ഹലോ ഹലോ മിണ്ടാത്ത ഞാൻ എന്തോന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കില്ലേ? അയ്യോ കഴിഞ്ഞ കുറച്ച് സമയം ഇങ്ങനെ അല്ലായിരുന്നു വായന പോണ. നമുക്കൊന്നും ഇല്ലേ? പിറ്റേ ദിവസം 3 സൈഡ് വന്നങ്ങ് കൊണക്കുമായിരുന്നു. അതെ അതെ, ഈ നിങ്ങള് ഇതിനെ മണ്ടക്കരുത്. വീഡിയോ വീഡിയോ അടി കൊണ്ട മാന്യമായിട്ട് അടി കൊണ്ട് പോണം. പിന്നെ 3 ദിവസം കഴിയുമ്പോ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് ഈ 10 പേരായിട്ട് കൊണക്കാൻ വരുന്നത്. ജപ്പാൻ കണ്ടിയൊക്കെ എന്തിയെ? ജപ്പാൻ കണ്ടി അവനെ വിളിക്കുന്നത്. അപ്പൊ അവനെ കാണുന്നില്ലല്ലോ, അവന്റെ ഇറക്കി വിട്ടേ ജപ്പാൻ കണ്ടീനെ അല്ലെ വാസ്തു എന്നിട്ട് നമുക്ക് ഇവിടെ മാറാം. എന്നിട്ട് മാറാം. എങ്ങനെയുണ്ട്? മാന്യതല്ലേ? ആ മാന്യതല്ലേ? വിളി. വരാം വരാം. നമ്മള് അവരുന്ന് വരട്ടടാ. ആര് വരട്ടെ. ആള് വന്നിട്ട് വരാം. നീ വിക്കല്ലേ മോനെ, പേടിച്ച് വിക്കല്ലേ. എടാ നമ്മുടെ ആരും പറഞ്ഞാലും ചോദിക്കാൻ വരും. എടാ വരൂടാ. അവർക്കറിയാം ഡമ്മി എന്നത്. അല്ല എന്റെ ലീഡർ വരും. എടാ എന്നെ ചോദിച്ചാ ഇല്ലല്ല. എടാ എന്നെ ചോദിക്കാനുള്ള ആൾക്കാര് വരും. സംസാരിക്കണേ. നിങ്ങൾ ഇത്ര കിടന്ന് ബണം വെക്കുന്നതിന് ഒരാൾ സംസാരിക്കേ. ഒറ്റയ്ക്ക് സംസാരിക്കണം. പറഞ്ഞോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോ മാസ് അടിക്കാറുണ്ടായിരുന്നു. ഞാനാണ് മാസ് അടിച്ചത്. റോട്ടി നിർത്താമില്ല. നീ ഇവരുടെ ഭാഗമല്ലേ? എന്തോ ഇവരുടെ ഭാഗമല്ലേ നീ? റോട്ടി നിർത്താമാ. എടാ ഞാനിവിടെ കുണയ്ക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കണേ. ഞാൻ മര്യാദക്കാണ് സംസാരിക്കും. സിറ്റുവേഷൻ ആയിട്ട് പക്ഷെ കേക്കാവോ? ഹലോ ഹലോ. എടാ എന്തിനാ അടിച്ചെന്തിനാ? അവൻ വെറുതെ എന്തപ്പോ കണ്ടെടുത്ത് അടിച്ചതാണോ? ഓക്കെ
ഓക്കെ, അവൻ എന്ത് ഉദ്ദേശത്തിലാ ഞാൻ അവന്റെ കൂടെ ഉള്ളതെന്ന് അറിഞ്ഞെന്ന് പറയണം. എന്റെ പേര് ചോദിച്ചിട്ടില്ല, സൗണ്ട് വെച്ചിട്ട് ഒരാളെ പിടിക്കാൻ പറ്റത്തില്ല. ഇതെന്താന്ന് അറിയണം. തന്തയെ കുറിച്ച് അവസ്ഥ ചോദിച്ചോ, തന്തയെ കുറിച്ച് അവസ്ഥ. വണ്ടി വണ്ടി ഒരു മിനിറ്റ് മുന്നോട്ട് നിൽക്കാൻ എടാ അടിക്കാനാണോ എന്താ വണ്ടി വണ്ടി ഒരു കണ്ണൂടി ഉണ്ട് ഡൂറോളിറ്റി കുറങ്ങി കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഇപ്പൊ കൈ വെക്ക് കൈ വെക്ക് കണ്ണെടുക്ക്. അടിച്ചോ പറ ഇത് നമ്മളല്ലേ? വാ നമ്മളെ മൈക്ക് 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 ഓറിന്റെ ബുള്ളറ്റും ഇല്ല. ഈടാ കത്തിയോ? ഞാൻ ഓടി വരുന്നേ ഉള്ളൂ അങ്ങോട്ട് സെറ്റിലാണ്. എടാ നമ്മള് ഷർട്ട് വരാം, നമ്മള് ഗാങ്ഡ്രസ് വേണ്ട സത്യം പറഞ്ഞ. പക്ഷെ അത് ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഈ വണ്ടി ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത്. പക്ഷെ സിറ്റുവേഷൻ ആയിട്ട് പക്ഷെ ഒരു കാര്യം പറ്റേ, സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെ ലൊക്കേഷൻ മാറ്റി ഇറങ്ങാൻ പാടില്ലല്ലോ. സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് അങ്ങനെ ലൊക്കേഷൻ മാറ്റി ഇറങ്ങാൻ പാടോ? ഇല്ല പാടില്ല പാടില്ല. എടാ വാസ്തു ഇങ്ങോട്ട് വന്നേ. തലപതി ടു ഇല്ലേ? ഞാൻ പൊക്കിപ്പിച്ചോളാം. നീ ബോഡി എടുത്ത് മാറ്റിക്കോ. എടാ അവനെ കൊണ്ട് എടാ കേട്ടില്ല, കോള് കേട്ടില്ല. ഇനി ഒരാളെ ഞാൻ ഇവിടെ മുതുക്കി നിൽക്കല്ലേ, ഞാൻ അവർക്ക് വായ കൊടുക്കരുത്. ആ കേട്ടില്ല കേട്ടില്ല. ഒറ്റ തവണ കൂടെ നമ്മുടെ മറ്റേ ഗ്രൂപ്പിലിട്ട് എല്ലാരും കേറാൻ പറഞ്ഞേ. ഒറ്റ തവണ ഇട്ടാ മതി, ഇനി ഒറ്റ തവണ ഇട്ടാ മതി. അതുപോലെ എടാ ആരെയാന്ന് വെച്ചാൽ ഹിറ്റുനെയും അതുപോലെ തന്നെ കഴിഞ്ഞല്ലോ. ബാസ്കോ അവന്റെ പേരുണ്ടോ? അവന്റെ പേര് സുന്ദരമോഹൻ. ലാസ്റ്റ് പറയാം. അല്ല എടാ അവനെ എടാ എന്നോട് വന്നിട്ടേ വാസ്കോ ഡ്രേക്കിനെ കുറച്ച് ചോദിച്ചായിരുന്നു. ഒന്ന് പറഞ്ഞടാ, ഒന്ന് കാണിട്ട്. ചോദിക്കാനുള്ളത് നേരിട്ട് നിൽക്കുന്നത് സംസാരിക്കും. അതെന്താ അറിയോ, കൊറേ മൊണ്ണ കൊരങ്ങന്മാരുണ്ട്. പഴം വായിൽ ചോറിന്റെ മനസ്സിലായോ? എടാ നിന്നോടൊന്നും കൊണക്കേണ്ട ആവശ്യമില്ല മച്ചാ. കണ്ടി സെർജിയോനെ വളർത്താൻ മതി കേട്ടാ. കണ്ടി സെർജിയോ അവനൊരു ലോകവാണാണ്. അതിപ്പോഴും അന്നും ആണ് ഇന്നും ആണ്, മനസ്സിലായോ? അതൊന്നും ഓർത്താ സിറ്റുവേഷൻ പറഞ്ഞേ. ഒന്നില്ലടാ, ഞാൻ തലപതി ചുമ്മാ കാരണം കക്കാശിനെ അന്വേഷിക്കാൻ 3-4 വണ്ടി വന്ന് എന്റെ അടുത്ത് തട്ടിയിട്ട് പേരെന്താ, എന്നിട്ട് ഇറങ്ങി തുടങ്ങി. എന്താ നീ ഒറ്റയ്ക്ക് സിറ്റുവേഷൻ ചുമ്മാ ചുമ്മാ ഇറങ്ങിരുന്ന് കൊണക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാറോ, ഇപ്പൊ ആരും ഇല്ല, മറ്റേ ഇല്ല, തൊലിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ട്രിഗർ ചെയ്യാൻ തുടങ്ങി ചുമ്മാ ഇരുന്നിട്ട്. സെർജിയോ കണ്ടായിരുന്നു, സെർജിയോ മെയിൻ ആയിട്ട് കാണണം. ഡ്രേക്കണ കാണണം, കാണിച്ചെടുക്കാം. നമ്മുടെ ലീഡർ കാലോട്ട് ഇവിടെ ഇപ്പോൾ ചോദിക്കണ്ടേ ചോദിക്കട്ടെ എന്തേലും.
പിന്നെ എന്നെ ചോദിച്ചാൽ അല്ല, വേറെ- എന്തൊക്കെ ചോദ്യം ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ലടാ നിനക്ക് ചോദിക്കാൻ. നീ അടിക്കില്ല, നീ പറിക്കും, നീ മനസ്സിലായോ? അവിടെ എന്തൊക്കെയോ ചോദ്യം ഹലോ 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 പറയാൻ അയക്കുന്നു. ബ്രോ കേക്കാണ്ടോ ബ്രോ ഇവിടെ ശ്രദ്ധിക്കും വേറെ അവിടെ സ്ഥലത്തും ശ്രദ്ധിക്കല്ലേ. പ്ലീസ് അതെ അതൊക്കെ ഓഫ് ചെയ്തിട്ട് പറഞ്ഞേ. സ്ക്രീൻഷോട്ട് പിന്നിട്ട് കൊടുക്കാം. എനിക്കൊന്ന് റീലോഗ് വരൂ. കയ്യില് എന്തുകൊണ്ട് കുടുങ്ങി. ആ പയ്യനെ എടുത്തപ്പോ പയ്യൻ കുടുങ്ങിയതാ. ദൈവം കേട്ടില്ല. ഹോസ്റ്റേജ് ഒന്ന് ഓൾറെഡി ഒരു ഇത് ചെക്ക് ചെയ്യണ്ട. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഓൾറെഡി അവര് ഹോസ്റ്റേജ് എടുത്തതാണ് തളപതിനെ. പക്ഷെ അല്ല, റിവ് ആയ സമയത്താണ് അവൻ കത്തിപ്പോയത്. എടാ ഡെവിലേ അവനെടുക്കുന്ന സമയത്താണ് സെർവർ കത്തിപ്പോയത്. അവനും കത്തിപ്പോയി. അല്ല ദൈവം അല്ല അവനെടുക്കുന്ന സമയത്താണ് നമ്മളവിടെ ഓൾറെഡി റെഡി നിൽക്കുകയാണ്. നമ്മൾ അടിക്കുന്ന സമയത്താണ് സെർവർ കത്തിപ്പോയത്. അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയില്ല. അതായത് പാക്കു, അതായത് അവന്മാര് എടുക്കുന്ന ടൈമില്, അതായത് ഗണ്ണേമം ചെയ്ത് അവൻ കൈ പൊക്കുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ട് ഫയറിംഗ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫയറിംഗ് അപ്പൊ രണ്ട് കൂട്ടരും കത്തിപ്പോയി. അവര് ലാസ്റ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടില്ല. എന്തായാലും സ്പോൺ ആയിട്ടുണ്ടെങ്കിൽ അവന്മാര് ലാസ്റ്റ് ലൊക്കേഷൻ അല്ല കൊടുത്തത്. സിറ്റി വന്നാൽ ഞങ്ങളെല്ലാരും പെട്ടെന്ന് സിറ്റി കയറി ലാസ്റ്റ് ലൊക്കേഷൻ കൊടുത്തു. അവന്മാർ ഒറ്റ ഒന്നും വന്നില്ല. ഇവൻ ആകാടെ വന്നിട്ടുള്ളൂ. അത് അവന്മാരോട് ചെയ്യേണ്ട കാര്യം. സിറ്റി കത്തിപ്പോയാൽ വരേണ്ടത് നമ്മുടെ ഭാഗത്ത് അവരും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആരും കൈവക്കിച്ചിട്ടൊന്നുമില്ല, അടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഫയർ ഇനിഷ്യേറ്റ് ആയ സിറ്റുവേഷൻ ആണ്. അവര് തിരിച്ചു വന്നിട്ടില്ല. അവര് തിരിച്ചു നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാരും അവിടെ വെയിറ്റ് ചെയ്ത് അൾട്രോണെ പുറത്ത് പി കാണിച്ചെടുത്താണ്. പി ഉണ്ട് അൾട്രോണ എന്റെ കാണിച്ചെടുത്തു. റീസൺ ഒന്നും ഇടാ. നമ്മള് വെറുതെ വണ്ടിയായിട്ട് പൊക്കോണ്ടപ്പോ നിങ്ങളെ കണ്ട് നിങ്ങളുടെ വണ്ടി കണ്ടപ്പോ നമ്മളെ ഒന്ന് നിർത്തി ഒന്ന് പരിചയപ്പെടാൻ നോക്കിയതാ. പരിചയപ്പെട്ട് വന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തിലെ തലപതി എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് വിളിച്ച്. സംസാരിക്കാണ്ട് നിനക്ക് റേഡിയോ എടാ സിറ്റുവേഷൻ പറഞ്ഞു. നിനക്ക് എന്താണ് വിളിച്ച തന്തയ്ക്ക് വേറെ വേണ്ടേ കട്ട് ചെയ്തോ കണ്ടി ഇത്ര വിലയുള്ളൂ. ഞാൻ പറയുന്ന റെഡി അല്ലേ നിന്റെ? റെഡി കയറി എന്നിട്ട് 25 വർഷം നീ സെർജിയോ കണ്ടിയൊന്ന് റെഡി ആകുന്ന പറഞ്ഞേ. റെഡി ആക്കി പിടിച്ചു പറ. സെർജിയോ കണ്ടി എന്ന് 25 വർഷം പറഞ്ഞു. ഇല്ല പറയട്ടെ. ഇന്നലെ കണ്ണാൽ കൊത്തോട്ടം കളിച്ച കേൾക്കണ്ടോ? ആ റെഡി റേഡിയോ இருக்கா? ரேடியோ ஹோல்ட் பண்ணிட்டு சொல்லு. 25 வருஷம் சொல்லு.
അതായത് സെർജിയോ കണ്ടി റേഡിയോയിലും കുഴപ്പമില്ല, അവൻ പറയണ്ടല്ലോ, ചിലത്തിൽ പറയണ്ടല്ലോ. ഒരു കാര്യം ഫോം വിളിച്ചെന്ന് പറയും. വാറിലൊന്നും ഇടാൻ പറ്റില്ല, വാറിലിടാൻ പറ്റില്ല. ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്തു. നീ ഗ്യാങ് റെഡി തന്നെയല്ലേ കയറിയത്? ഹോസ്റ്റേജ് ആണ്, ഫിയർ കാണിച്ചില്ലെങ്കിൽ നീ പുറത്തിരിക്കട്ടെ. അത് അർപ്പളെ പറഞ്ഞുതരാം. ഗ്യാങ് റെഡി തന്നെ അല്ലേ? ഗ്യാങ് റെഡി ഇറങ്ങിക്കോ. ആഷിന് ഇപ്പോഴും മനസ്സിലായോ എന്താ സിറ്റുവേഷൻ? എന്തിനാണ് എന്ന് പറഞ്ഞ എക്സ്പ്ലെയിൻ பண்ண. வீக்கல போறப்போ அப்போ இஷ்யூ இருக்கு, அப்போ நீங்க அவங்க சொல்லிருக்காங்க, நீங்க அவங்கள பேசிருக்கீங்க. ப்ரோ நான் உனக்கு கேக்குறேன் ப்ரோ, போன வீக் சிச்சுவேஷன் பேருக்கு இந்த வீக் கண்டினியூ பண்ண முடியுமா ப்ரோ? மூளை இருக்கா ப்ரோ? അതുക്കപ്പുറം ഇതേപോലെ നമ്മള് സ്വന്തമായിട്ട് ഒരാളെ പോയിട്ട് ചുമ്മാ തന്തക്ക് വിളിക്കാൻ പറ്റുമ്പോ ഏത് തമിഴ്ക്കാരോട് എന്നാലും ഉള്ള നമ്പർ വെച്ചിട്ട് അപ്പൊ അങ്ങനെ നമ്മള് ഇങ്ങനെ ചുമ്മാ ഒരാളെ തന്തക്ക് വിളിക്കുമ്പോ നമുക്ക് എന്താ നൊസ് ഇറക്കാ, അവന്റെ ഓള ഇറക്കാ, അതിനെന്താ പറയാ തമിഴില് വട്ടാണെന്നുള്ളതില് പൈത്യമാ. നമുക്ക് പൈത്യമായി തോന്നുറാ, കേവിക്ക് പൈത്യമായി തോന്നുറാ, തോന്നുന്നില്ല, തോന്നുന്നുണ്ടോ? സൊല്ലറാ. അവിടെ സെർജിയോ അല്ലേ ആ മന്തി? ഹലോ എടാ, സിറ്റുവേഷൻ എന്ന് പറയോ? എന്തായിരുന്നു സിറ്റുവേഷൻ? നമുക്ക് കുറെ അറിയില്ല, ഇവർക്ക് ഉള്ളവർക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിക്കാൻ അവരുടെ സിറ്റുവേഷൻ കയറാൻ പറഞ്ഞു. അപ്പൊ നിങ്ങള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വർത്താനായി. ഒന്നുമില്ല, കാരണം പിള്ളേരെ കൂടെ പരിചയപ്പെടുകയായിരുന്നു അങ്ങോട്ട്. എങ്ങനെ പരിചയപ്പെട്ടെന്ന് ഒന്ന് ഇതാവോ? പരിചയപ്പെട്ടത് ലിബനാണ്. ലിയോ ഒന്ന് ഫ്രണ്ടിക്ക് വന്നേ. പരിചയപ്പെട്ട ഒന്ന് ഡെമോ കാണിച്ചോ എങ്ങനെ? ലൈക് ഞാനും തലപതിയും കക്കശിനെ നോക്കി ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് 3-4 വണ്ടികൾ വരുന്നു, പേരുന്ന ചെയ്യുന്നു, പിന്നെ പഴയ സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞു, കൊണച്ച കാര്യമൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. അതാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ പഴയ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞ് ഇതാവോ? അല്ല, അതാണ് നിങ്ങൾ അങ്ങനെ പരിചയപ്പെടുന്നത്. ഒരാൾ നിൽക്കുമ്പോൾ മറ്റേ 10-20 പേര് വന്ന് ചുറ്റിയിട്ട് മറ്റേ ഇരുന്ന് കൊണക്കണം. അപ്പൊ നമ്മൾ അതുപോലെ അല്ല, ഞാൻ എന്റെ സംശയം ഇങ്ങനെ അല്ല എടാ അങ്ങനെ പറയട്ടെ. അപ്പൊ വേറെ ഒരാൾ ചെയ്തു വെച്ചാൽ അങ്ങനെ ചെയ്യാവോ? അന്ന് നീ സംസാരിക്കാൻ വന്നപ്പോ അന്ന് നീ ഹോസ്റ്റേജ്, ഇന്ന് സംസാരിക്കാൻ ഇന്ന് നിങ്ങളോട് എടാ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല വെച്ച് ചെയ്യോ? ഓ ശരി, ഓക്കെ ഓ ശരി, ഓക്കെ 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 ബ്രോ. സെർജിയോ 12 മണിയായി വാസ്കോ. അന്വേഷിച്ചു അത് എന്നെ അന്വേഷിച്ചു. നീ സോറി കേവിന്ന് പറഞ്ഞ കേക്കട്ടെ. സോറി ഒരട്ടം നല്ല ഒരട്ടം പോരല്ലോ, അതിനുള്ള നല്ല കാണിച്ചു. ഡ്രൈക്കൂടെ എന്ന് പറഞ്ഞ ഡ്രൈക്ക് കേക്കട്ടെ. അതെ വാസ്കോ ഇങ്ങനെ സോറി പറയുമ്പഴേ സമയം 12 മണി വാസ്കോ. 12 മണിയായ വർക്കുണ്ട സമയം. അങ്ങോട്ടെങ്ങനെയാ ബ്രോ? അതുപോലെയല്ല അങ്ങോട്ട് എല്ലാം മറക്കണല്ലേ.
കണ്ടമിട്ട് വിളിക്കും നീ ബ്രോ കേൾക്കുന്നില്ല ഇവിടെ ഹോസ്റ്റേജ് ആണ്. നീ ചുമ്മാ ഇവിടെ ഒന്ന് കൊടക്കാൻ നിക്കണ്ട, മര്യാദയ്ക്ക് സംസാരിക്കുക കേട്ടാ. കൂടെ കൊടക്കാൻ നിൽക്കാൻ മര്യാദയ്ക്ക് പോടാന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി എടാ പിള്ളേരെ ചെയ്യാൻ പാടോ? എടാ പിള്ളേരെ നമ്മളെ കുട്ടികളല്ലല്ലോ, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നോക്കണം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യമായിട്ട് തോന്നില്ല. ഇത് ചുമ്മാ ഇങ്ങോട്ട് ഒരു ആവശ്യമില്ലാതെ ട്രിഗറാക്കി എടുത്തുള്ള സിറ്റുവേഷൻ ആണ്. ഇത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അത് നമുക്കത് ഈ ഹോസ്റ്റേജിന് എടുത്തത് നിങ്ങൾ ഇതിലുള്ള നിങ്ങളുടെ കയ്യിലിപ്പുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കിട്ടിയുള്ളത്. ഈ കയ്യിലിപ്പാണ് ഇപ്പൊ ഈ ഹോസ്റ്റേജിന് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ വന്ന് ഇവിടെ സംസാരിച്ച് ഇവനെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമേ വിടുന്നുള്ളൂ. നമുക്ക് അവനെ ഹോസ്റ്റേജിന് വിട്ടുതരാൻ താല്പര്യമില്ല. നിങ്ങൾ വിട്ടോ, ഹോസ്റ്റേജ് നമ്മൾ പിന്നെ നമ്മള് പ്രീവാർ അത് നിങ്ങൾ എന്ത് തേങ്ങിലും സെർജി ഒരു കാര്യം നീ ഹോസ്റ്റലിൽ വെക്കാൻ പിന്നെ പ്രീവാർ തീരുമാനിച്ച കഴിഞ്ഞു